കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റ് കെട്ടിടം അപകടാവസ്ഥയിലാണ്. ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന ഈ കെട്ടിടത്തിലാണ്. സർക്കാർ ഓഫീസ് അടക്കം നിരവധി സ്ഥാപനങ്ങൾ ഈ കെട്ടിടത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നു. അജി കുഞ്ഞുമോഹൻ വിവരങ്ങളുമായി ചേരുന്നു. പറയാ അജി, ഗുഡ് മോർണിംഗ്. SKN, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിലുള്ള കോർപ്പറേഷന്റെ ഒരു കെട്ടിടത്തിലാണ്. ഈ കെട്ടിടത്തിന്റെ അവസ്ഥ അത്രയും ദയനീയമാണ്. ഇവിടെ ബാങ്കുകൾ മാത്രമല്ല ഈ കോർപ്പറേഷന്റെ ഹെൽത്ത് വിഭാഗം അടക്കം പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടം. ആ കെട്ടിടത്തിന്റെ അവസ്ഥയാണ് SKN ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇത് ഏറ്റവും മുകളിലത്തെ നിലയുടെ ഭീമാണ്. അത് ഏത് നിമിഷവും തകർന്നു പോകുന്ന ഒരവസ്ഥ. അത് മാത്രമല്ല, ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്ന മുറികളുടെ അവസ്ഥ ഇതാണ്. ഇത്രയും ദയനീയമാണ് ഈ വാർത്ത. അതാ നമുക്കറിയാം, ആ കെട്ടിടം വാർത്തതിന്റെ കമ്പി ഉൾപ്പെടെ പുറത്തേക്ക് വന്ന് തള്ളി നിൽക്കുന്ന അവസ്ഥ അത്രയും ദയനീയമായി നിൽക്കുന്നു. വക്കീലന്മാരുടെ ഓഫീസുണ്ട്, കൺസ്യൂമർ ഫെഡിന്റെ ഗോഡൌൺ അടക്കം പ്രവർത്തിക്കുന്നു. നിരവധി ആളുകൾ വന്നു നിൽക്കുന്ന ഒരു കെട്ടിടം. കോഴിക്കോട് നഗരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഉള്ള കെട്ടിടമാണ് ഈ കെട്ടിടം. ഇത്രയും ദയനീയമായി ഈ കാഴ്ചകൾ നമ്മൾ ഈ കെട്ടിടത്തിൽ നിന്നാണ് കാണുന്നത്. എപ്പോഴാണ് കോർപ്പറേഷൻ ഇനിയെങ്കിലും കണ്ണു തുറക്കൂ എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഈ വലിയൊരു അപകടം ഇന്നലെ നടന്നു. അത്തരത്തിൽ മറ്റൊരു അപകടം സംഭവിക്കരുത് എന്നാണ് ഇവിടെ പ്രവർത്തിക്കുന്ന കടകളുടെയൊക്കെ വ്യാപാരികൾ പറയുന്നത്. എനിക്കിപ്പം ഉള്ളത് ഈ കെട്ടിടത്തിൽ നേരത്തെ ഒരു ഷോപ്പ് പ്രവർത്തിച്ചിരുന്നു. ആ ഷോപ്പിന്റെ ഉടമയാണ്. അദ്ദേഹത്തിന്റെ പേര് ഷംസുദ്ദീൻ എന്നാണ്. എന്താണ് നിങ്ങളുടെ ഷോപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യം? ഞാൻ 2005 വന്ന് ലീസിനെടുത്ത ഷോപ്പാണ്. അങ്ങനെ ഞാൻ ലൈസൻസ് പുതുക്കി മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. എല്ലാ ലൈസൻസും ഞാൻ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ 2017 മുതൽ ഇവിടെ ലീക്ക് വന്നു റൂമിന്. അപ്പോൾ ഇത് കോർപ്പറേഷൻ ആ സമയങ്ങളിൽ അറിയിച്ചപ്പോൾ കോർപ്പറേഷൻ അടുത്ത് തന്നെ അത് റെഡിയാക്കി തരാം, എല്ലാം ശരിയാക്കി തരും എന്ന് എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നിരന്തരമായിട്ട് ഞാൻ കോർപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട് ഓരോ അർജികളും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ അന്നത്തെ സെക്രട്ടറിനോട് കാര്യങ്ങൾ അവതരിപ്പിച്ച് അങ്ങനെ കഴിഞ്ഞപ്പോഴാണ് കുറേ കഴിഞ്ഞപ്പോൾ 2021 ആയപ്പോൾ ഇത് ഇടിഞ്ഞ് വീണ് ചുമര് മുകളിലത്തെ തട്ട് വീണപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല, എനിക്ക് റൂമിലേക്ക് എൻ്റെ പരിപാടികൾ ടൈലറിങ് നടക്കില്ല, എനിക്ക് കണ്ടമാനം നഷ്ടങ്ങൾ വന്ന് വെള്ളം കയറി ആകെപ്പാടെ പ്രശ്നമായി. അങ്ങനെ കോർപ്പറേഷൻ്റെ പേര് അറിയിച്ച് ഞാൻ എഗ്രിമെൻറ്റ് പുതുക്കാൻ പറ്റില്ല, വാടക തരാനും പറ്റില്ല. അങ്ങനെ നിന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കൗൺസിലിൽ വെക്കുന്നുണ്ട്, നിങ്ങളെ പ്രശ്നം പരിഹരിക്കും, അങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞ് നിരന്തരമായിട്ട് ഞാൻ കയറി ഇറങ്ങി. കണ്ടമാന സമയങ്ങൾ കയറി ഇറങ്ങിയിട്ടും ഒരു പറഞ്ഞു ആ ഫയൽ ഇവിടെ കാണുന്നില്ലല്ലോ. പ്രശ്നം പരിഹരിച്ചോ? ഇല്ല, പരിഹരിച്ചില്ല. ആ ഫയൽ കാണുന്നില്ല എന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ട് ഷോപ്പ് എന്ത് ചെയ്തു? ഷോപ്പ് ഞാനിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടത്താൻ കഴിയാത്തതുകൊണ്ട് സാധനങ്ങൾ അതിൽ ഫുള്ള് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്, വെള്ളം കയറിയിട്ട് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എനിക്ക് നടത്താൻ പറ്റില്ല പറഞ്ഞു. ഒന്നില് എൻ്റെ പൈസ അഡ്വാൻസ് തിരിച്ചു തരിക, എനിക്ക് നഷ്ടം വന്നത് വകവെച്ച് തരിക എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉപഭോക്തൃ കോടതിയിൽ ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 കൊല്ലമായി കേസ് ഫയൽ ചെയ്ത്. അപ്പോൾ ഓരോ ഹാജരാകുന്നില്ല, ഓരോ വിളിക്കുന്നുണ്ട്, ഹാജരാകുന്നില്ല. അപ്പോൾ എനിക്ക് മാനസികമായിട്ട് ആകെ തകർന്ന് കിടക്കാൻ. ഞാനിപ്പോൾ ഒരു ഷോപ്പിൽ ജോലിക്ക് നിൽക്കുക. ഒരാളുടെ കഥ മാത്രമാണ് SKN നമ്മൾ കേട്ടത്. അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗമായിരുന്ന ആ ഷോപ്പ്, അദ്ദേഹത്തിന്റെ ഒരു കഥയാണ് നമ്മൾ കേട്ടത്. ഇതേപോലെ നിരവധി കടകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടങ്ങളിലെല്ലാം തന്നെയും ഈ കോൺക്രീറ്റ് മേൽക്കൂര ഇടിഞ്ഞു വീഴുന്ന സ്ഥിതിവിശേഷം നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയും. ഈ സൈഡ് പില്ലർ അടക്കം വലിയ തലത്തിൽ വലിയ അപകടങ്ങൾ സംഭവിക്കുന്ന തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇത്തരത്തിൽ നിരവധി കെട്ടിടങ്ങൾ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലുണ്ട് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത. മാത്രമല്ല, നമ്മൾ ദൃശ്യങ്ങളിൽ നേരത്തെ കണ്ടതുപോലെ കോഴിക്കോട് കോർപ്പറേഷന്റെ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കാര്യാലയം സ്ഥിതി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ പോലും വലിയ തലത്തിൽ കോൺക്രീറ്റ് പാളികൾ ഇളകി വീഴുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഏറ്റവും തിരക്കുള്ള ഒരു സ്ഥലമാണ് ഈ സെൻട്രൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. നിരവധി ആളുകൾ വരുന്നു, ഈ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിരവധി ആളുകൾ വരുന്നു. മാത്രമല്ല, നിരവധി തൊഴിലാളികൾ വിശ്രമം എടുക്കുന്ന സ്ഥലം. അവിടെയാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ കാര്യവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ ഇനിയെങ്കിലും അടിയന്തരമായി ഇടപെടണമെന്നാണ് ഇവരുടെ എല്ലാം ആവശ്യം. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.